ഇതെങ്ങനെയുണ്ട്? അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് നോക്കിയാലോ? ഇതെനിക്ക് അമ്മ കൊണ്ട് തന്നൊരു പെട്ടിയാട്ടോ, ഏട്ടയുടെ അമ്മ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഓർഗനൈസർ ആക്കാമെന്നൊരു പ്ലാൻ. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ ചെറുതായിട്ട് റോൾ ചെയ്തുള്ളൂ കേട്ടോ. ഒത്തിരി റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി കട്ടി കൂടി പോകും. ഇച്ചിരൂടെ കട്ടി എടുത്താലും കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് നമ്മുടെ പെട്ടിയുടെ കറക്റ്റ് നീളം നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊരു ത്രെഡ് ചുറ്റി കൊടുക്കുക കേട്ടോ ചെയ്തത്. ത്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈറ്റ് ത്രെഡൊക്കെ ഇച്ചിരി വീതിയുള്ള പോലത്തെ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചുറ്റി കൊടുത്താൽ നന്നായിട്ടിരിക്കും. ഞാൻ ചുമ്മാ അങ്ങ് ചുറ്റി കൊടുത്തു, കാരണം അതിങ്ങനെ വിടർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. എനിക്കെന്തോ ഇച്ചിരിയോടെ ഈസി ആയിട്ട് തോന്നിയത് അങ്ങനെയാണ്. എന്നിട്ട് നമ്മുടെ ബാങ്കിൾസൊക്കെ എടുത്തിട്ടിട്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ടിരിക്കും കേട്ടോ. ഞാനങ്ങനെ 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എൻ്റെ വളകളൊക്കെ ഞാൻ ഓരോരോ പെട്ടിക്കിടാക്കി ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണം. അപ്പം മീഷോയിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ ബാങ്കിൾസ് ഇടുന്ന ബോക്സൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ബോക്സ് എനിക്ക് കിട്ടിയിട്ട് അത് വെറുതെ കളയാൻ പറ്റില്ല. അത് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇന്ന് ഞാൻ എൻ്റെ റൂം ഒന്നും കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചപ്പോഴാണ് ഞാൻ ഓർക്കണേ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്ത് വളകളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വളകളൊക്കെ ഇരുന്നു കേട്ടോ. ഇഷ്ടം പോലെ സ്പേസ്. അപ്പോൾ നടുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, ചെറുതല്ല വലിയൊരു സ്പേസ്. അപ്പോൾ അവിടെ ഞാനൊരു നമുക്ക് ചെറിയ കമ്മൽ മാല സെറ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ ഓർത്തു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പെട്ടിയുടെ അകത്തുള്ള അളവൊക്കെ വെച്ച് നമ്മൾ സ്ക്വയർ പീസായിട്ട് സ്ക്വയർ പീസല്ല, നമ്മൾ 3 പീസ് നീളത്തിനും 3 പീസ് വട്ടത്തിലും. ഞാൻ ചെയ്യുന്ന കണ്ടാൽ മനസ്സിലാവും, അത്രതായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന എല്ലാ പീസിൻ്റെയും ഈക്വലായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ അടയാളപ്പെടുത്തി ആ 3 അടയാളത്തിൻ്റെയും പകുതിക്കൊന്ന് കട്ട് ചെയ്യും. 3/4 ഭാഗം പോലുള്ള പകുതി വരെ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ ഞാൻ എല്ലാ 3ഉം ഒരേ അളവ് വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കി പേനയും കൊണ്ട് അടയാളപ്പെടുത്തിയൊക്കെയായിട്ട് ചെയ്തേ, ഇല്ലെങ്കിൽ മാറിപ്പോകുമല്ലോ. അങ്ങനെ മൂന്നും അങ്ങനത്തെ 3 പീസും അതിന് ക്രോസ് ആയിട്ടുള്ള 3 പീസും നമ്മൾ ആ കട്ട് ചെയ്തേക്കുന്ന ആ ഗ്യാപ്പിൽ വെക്കാനുള്ള 3 എണ്ണത്തിലും വെക്കാനുള്ള 3 പീസ് പച്ചാച്ച സെറ്റ് ചെയ്യുന്ന പോലെ. എന്നിട്ട് നമ്മൾ ആ 6 പീസും അതിൻ്റെ കറക്റ്റ് ഹാഫായിട്ടാണ് ഈ രീതിക്ക് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോഴേക്കും അത് കുറേ കോളം കള്ളികൾ പോലെ കിട്ടുമല്ലോ, ചെറിയ ബോക്സസ് ആയിട്ട്. എന്നിട്ട് അത് നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബോക്സിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യണേ. അപ്പം അത് അങ്ങനെ ഇറക്കി വെക്കുന്നതുകൊണ്ട് നടുക്കത്തുള്ള സ്പേസുകളിലൊക്കെ ഞാൻ ഓരോരോ ബോക്സായിട്ടാണ് സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ കുങ്കുമം കിട്ടുന്നത്, ഓർണമെൻറ്റ്സ്, സ്വർണ്ണം മേടിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ ആയിട്ടുള്ള പെട്ടികളുണ്ടല്ലോ, ആ പെട്ടികളൊക്കെ ഇറക്കി വെച്ച് അതിലാണ്ടോ കമ്മൽ, മാല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, മോതിരം, അങ്ങനെയുള്ള ഓർണമെൻറ്റ്സ് ഐറ്റംസൊക്കെ ഞാൻ ഇട്ട് വെക്കണത് കണ്ടു. എല്ലാം ഞാൻ ഇങ്ങനെ ഓരോരോ കുളത്തിക്കിടാക്കി വെച്ചു കേട്ടോ. നന്നായിട്ട് നീറ്റായിട്ടിരിക്കും. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. കാരണം എൻ്റെ എല്ലാം പല പെട്ടികളായിട്ട് ഓരോരോ പെട്ടി എടുക്കണമായിരുന്നു കമ്മലും മാലയൊക്കെ എടുക്കാൻ. ഞാൻ പിന്നെ എപ്പോഴും എടുക്കുന്ന കമ്മലുകൾ ഈ ഒരു